കാണാൻ പറ്റും. അതായത് ഈ ഓപ്ഷൻസ് ആയിരിക്കും 1 മുതൽ 8 തന്നെ. 8 കഴിഞ്ഞാൽ 8 1 പോകും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോർമലാണ്. ഡെയിലി വാഷിംഗ് വരുന്ന എല്ലാ മിക്സഡ് ഡ്രസ്സ് വാഷിനുള്ള ഓപ്ഷനാണ് നോർമൽ. ടൈം ഡ്രസ്സൻസ് ഓട്ടോമാറ്റിക് എടുക്കും. വാട്ടർ ലെവലൊക്കെ ഓട്ടോമാറ്റിക് എടുക്കും. നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാനുണ്ടാവും. എല്ലാം ഉണ്ടായിരിക്കും. തിരുമ്പലും ഒലുമ്പലും ഉണക്കലും 3 ഉണ്ടായിരിക്കും. അതെല്ലാം അടുത്ത ഓപ്ഷനൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ 2 രണ്ടാമത്തെ ക്യുക്ക് വാഷാണ്. ക്യുക്ക് വാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യുന്ന ഓപ്ഷനാണ് ക്യുക്ക് വാഷ്. ഇതിലെല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ടൈം ഒന്നുകൂടി കുറയും. അപ്പോൾ ഇതിൽ 35 to 42 മാക്സിമം ടൈം. നോർമലാകുമ്പോൾ 45 to 72 വരെ മാക്സിമം വരും. ആ ഒരു വ്യത്യാസം ഉണ്ടാവും. ടൈം കുറക്കാൻ വേണ്ടിയിട്ടാണ് ക്യുക്ക് വാഷ് കേട്ടോ. ബെഡ്ഷീറ്റ് 3-4 പ്രാവശ്യം വളർത്ത് വരുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അഞ്ചാമത്തെ ജീൻസ് ആണ്. കട്ടിൽ വസ്ത്രങ്ങളൊക്കെ അല്ലേ. ഈ ജീൻസൊക്കെ കുറേ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് തിരുമ്പാം. 1-2 ആണെങ്കിൽ നോർമൽ എല്ലാം മിക്സ് ആയിട്ട് പോകും. പക്ഷെ ഇതിൽ തോന്നുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് തിരുമ്പാം കേട്ടോ. പിന്നെ 6ാമത്തേത് എനർജി സേവിംഗ് ആണ്. ഓൾറെഡി BLDC മോഡറാണ്. കറണ്ട് ബില്ല് കുറവായിരിക്കും. പക്ഷെ സെപ്പറേറ്റ് ഒന്നുകൂടി കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് എനർജി സേവിംഗ് എന്ന ഓപ്ഷൻ. ഇതിൽ കറണ്ട് ബില്ല് കുറവായിരിക്കും. പക്ഷെ ഇത് മോട്ടറിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ കുറയ്ക്കുന്നതുകൊണ്ടാണ് കറണ്ട് ബില്ല് കുറയുന്നത്. ഇതിൽ ഓവർ ചെലവൊന്നും ഇട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ മോട്ടറിൻ്റെ വർക്കിംഗ് കുറവായിരിക്കും. പിന്നെ അടുത്തത് 7ാമത്തെ റിങ്സ് പ്ലസ് പിന്നെ ആയിരിക്കും. അതായത് നമുക്ക് വാഷിംഗ് ഉണ്ടാവില്ല. പുറത്തുനിന്ന് തിരുമ്പിയ സാധനം ഇത് ഒലുമ്പാനും ഉണക്കാനും മാത്രം. അതിനാണ് റിങ്സ് പ്ലസ് പിന്നെ 7ാമത്തായിട്ട്. പിന്നെ 8ാമത്തത് എക്കോ ട്യൂബ് ക്ലീനിങ്. അത് മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെഷീൻ ഉള്ളത് ഡ്രം ഉണ്ടല്ലോ, ഉള്ളത് ചിലക്ക് ഒഴിവാക്കാൻ വേണ്ടി. അത് 3 മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒന്നുമില്ല 8ാമത്തെ ഓപ്ഷൻ ഇട്ട് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം 3 മണിക്കൂർ വർക്കിംഗ് ടൈം വരും. അത്യാവശ്യം നല്ല വെള്ളം എടുക്കും ചെയ്യും. അത് മെഷീൻ ക്ലീൻ ചെയ്യാം. അപ്പോൾ 14 കാണിക്കും. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡ്രസ്സ് എടുപ്പ് ശ്രദ്ധിക്കണം. പരത്തിയിട്ട് ലെവൽ ചെയ്തിട്ട് കൊടുക്കണം. ലെവലല്ലാന്നുണ്ടെങ്കിൽ കിടന്നടിച്ചിട്ട് ടൈമർ റിട്ടേൺ പോകും. പിന്നെ വെള്ളം എടുക്കാൻ തോന്നും. അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നുമില്ല, നോർമൽ വാഷിംഗ് ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഓൺ ആക്കുക. ഡിഫോൾട്ടായിട്ട് 1ാമത്തെ ഓപ്ഷൻ നോർമൽ ഉണ്ടാവും. നോർമൽ വാഷിംഗ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടാവും. ഇത്രയുണ്ടാവും. ഇപ്പോൾ ഒന്ന് കറങ്ങി പോകും. അതായത് ഡ്രസ്സ് എടുത്തിട്ട് നോക്കും. അതിന് ശേഷം ടൈം എടുക്കും. നോർമൽ വാഷിങ്ങിന് ഇത്ര മെയിനായിട്ട് വരുന്നുള്ളൂ. മറ്റേ നമുക്ക് സെപ്പറേറ്റ് ഓപ്ഷൻ ആണെങ്കിലേ മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നേരെ ഓൺ ആക്കുക, സ്റ്റാർട്ട് ചെയ്യുക. എത്ര ഉണ്ടാവും. താനെ നോക്കും. വെള്ളമൊക്കെ മെഷീൻ ആവശ്യമുള്ളത് മെഷീൻ തന്നെ എടുത്തോളൂ. ഇത് എങ്ങനെ സ്പിൻ എങ്ങനെയാണ് എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ആക്കുന്ന മുമ്പ് സ്പിന്ന് മാത്രം ആക്കാം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ഓൺ ആക്കിയിട്ടേ സ്പിന്ന് മാത്രത്തിൽ ലൈറ്റ് ആക്കാൻ പറ്റും. ശേഷം സ്റ്റാർട്ട് ചെയ്താൽ സ്പിന്നിന്റെ ക്ലിക്ക് ചെയ്യടെയാ വേണ്ടില്ല. നമ്മൾ ഓൺ ആക്കാൻ ശേഷം ഫംഗ്ഷൻ നിൽക്കാം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് സ്പിന്ന് മാത്രമായിരിക്കും. അപ്പം അതല്ല നോർമൽ വാഷിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഓൺ ആക്കുക, നേരെ സ്റ്റാർട്ട് ചെയ്യും. ഇതിലെല്ലാം ഉണ്ടാവും. തിരുമ്പലും ഒലുമ്പലും ഉണക്കും. കറങ്ങി നോക്കിയിട്ട് ടൈം കാണിക്കും. സ്റ്റാർട്ടിംഗ് ടൈം എന്തായാലും 45 ആയിരിക്കും. അപ്പോൾ ഒരു ഡ്രസ്സ് ആണെങ്കിൽ 45 എന്തായാലും എടുക്കും. നോർമൽ നമ്മൾ മാക്സിമം ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ലാഭം. പിന്നെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവും. കറണ്ട് പോയാൽ അതിന്റെ ബാക്കി എടുക്കാൻ കഴിയില്ലല്ലോ അല്ലേ? എടുക്കാൻ പറ്റും. തുറക്കാൻ പറ്റുമോ? ടൈം കാണിച്ചു. ടൈം കാണിച്ചാൽ വെള്ളം എടുക്കാൻ പറ്റും. ഡ്രസ്സ് ഇല്ലാത്തതാണ് ലെവലിങ്ങനെ ടൈമിങ് വരും. ഡ്രസ്സ് ഉണ്ടാകും പെട്ടെന്ന് ടൈം കാണിക്കും. 46 മിനിറ്റ് കണ്ടല്ലോ സ്റ്റാർട്ടിങ് ടൈമാണ്. അതിനുശേഷം വെള്ളം എടുക്കാൻ തുടങ്ങും. ടൈം കാണിക്കുമ്പോൾ വെള്ളം എടുക്കും. പിന്നെ ആ വെള്ളം ആവശ്യത്തിനുള്ള ആയതിനു ശേഷം മാത്രമേ കറങ്ങാൻ തുടങ്ങുള്ളൂ തിരുമ്പാനും. പിന്നെ 2 പ്രാവശ്യം വെള്ളം എടുക്കും. ഒരു പ്രാവശ്യം തിരുമ്പാനും ഒരു പ്രാവശ്യം ഒലുമ്പാനും സെപ്പറേറ്റ് വെള്ളം തന്നെ ആയിരിക്കും. പിന്നെ തുറക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ വേണ്ടത് സ്റ്റാർട്ട് വിട്ട് നിൽക്കിയാൽ പോസ് ആവും. ശേഷം തുറക്കാൻ പറ്റും. അല്ലാതെ ഡയറക്റ്റ് തുറന്നാൽ എറർ കാണിക്കും. DC എന്ന് പറഞ്ഞാൽ ഡോർ അടച്ചതിന് ശേഷം തന്നെ നിൽക്കാൻ വേണ്ടി ബാക്കി സ്റ്റാർട്ട് ആവും. തുറന്നു കഴിഞ്ഞാൽ വേണ്ടില്ല. സ്റ്റാർട്ട് വിട്ട് നിൽക്കിയാൽ ആ പ്രശ്നം ഉണ്ടാവും. വേറെ എന്തെങ്കിലും വേറെ ഈ മുത്തുള്ള അങ്ങനത്തെ ഡ്രസ്സ് ഡെലിക്കേറ്റ്സ് ഉണ്ടാവും. അതിനാണ് സോഫ്റ്റ് ഒക്കെ പറയുന്നത്. ഒറ്റ ലോക്കലാണെങ്കിൽ കൊയ്യും. അത്യാവശ്യം നല്ല സാധനമാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച നമ്പറിൽ വിളിച്ചാണ്. ഇത്ര മെയിനായിട്ട് വരുന്നു. ക്ലീൻ ചെയ്യൽ എങ്ങനെയാ? ആ ഫിൽറ്റർ ഊരിട്ട് ക്ലീൻ ചെയ്യാനുണ്ടാവും. അല്ല വേറെ ഇല്ല, അതിന് അവർക്ക് സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ. സ്റ്റാർട്ട് വിളിക്കാനുണ്ടാവും. അല്ല നമ്മള് ഊരി ചെയ്യേണ്ട ആവശ്യമില്ല. AC-ന്റെ ഒരു സർവീസ് ഇല്ല. മെയിനായിട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പൊ ഒക്കെ വെള്ളം അതിലങ്ങോട്ട് പോയിക്കോളൂ അല്ലേ? മെഷീൻ തന്നെ വർക്ക് ചെയ്ത് മെഷീൻ തന്നെ ഒഴിവാക്കും. ടാപ്പിൽ വെള്ളം ഇട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഓഫാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം ഓൺ ആക്കിയിട്ട് മതി ശരിക്ക്. ടാപ്പ് ആവശ്യമുള്ള വെള്ളം എടുക്കുള്ളൂ. ഞാൻ വെള്ളം ഇട്ടുകൊണ്ട് ഓഫ് ചെയ്ത് വഴിക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ആവശ്യം ഉണ്ടാകുമ്പോൾ ഓപ്പൺ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഇതിനൊക്കെ എത്ര വരുന്നു? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ല, ഡൗട്ട് വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച നമ്പറല്ലേ, ആ അത് വിളിച്ചാൽ പറഞ്ഞല്ലോ ഫോണിൽ തന്നെ. ആയിക്കോട്ടെ. വാറണ്ടി കാർഡ് എവിടെ? ബില്ലായിരിക്കും, ആ ക്യാഷ് അടിച്ച് ബില്ലില്ലേ, ആ അതാണ് വാറണ്ടി കാർഡായിട്ട് വരിക കേട്ടോ. ആ ആ 10 കൊല്ലം എന്തോ അല്ല 20 കൊല്ലം. മോഡലിന് മാത്രം 2 കൊല്ലം ഫുൾ വാറണ്ടി ആയിരിക്കും. 2 കൊല്ലം ഫുൾ വാറണ്ടി എന്ന് വെച്ചാൽ ചതുക്കം പൊട്ട് കേസ് അങ്ങനെയൊന്നും കിട്ടില്ല. നമ്മൾ മിസ്റ്റേക്കിനൊന്നും വാറണ്ടി കിട്ടില്ല. അല്ലാതെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, വർക്കിങ്ങിലെ ഇഷ്യൂസ്. ഇത് സാംസങ്ങിൻ്റെ എക്കോ ബബിൾ എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. 8 kg ആണ് വരുന്നത്. ഇത് 19,600 ഞങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് എടുത്ത വില വന്നത് കേട്ടോ. 20,900 ഒരു പറഞ്ഞതെങ്കിലും ഓണത്തിൻ്റെ ഓഫറായിട്ട് 19,600 കിട്ടിയത്. ഓൺലൈനിലൊക്കെ 19,990 ഇതിന് വില വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.